സിനിമയുടെ തുടക്കത്തിൽ ആർട്ടിക്കിൽ കുടുങ്ങിയ ഒരാളെയാണ് കാണുന്നത്. അവരാണ് നമ്മുടെ കഥയിലെ ഹീറോ ഓവർഗാർഡ്. ഓവർഗാർഡ് ഇപ്പോൾ SOS ഉണ്ടാക്കുകയാണ്. ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടെങ്കിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് അയാളുടെ വാച്ചിൽ നിന്നും അലാറം അടിയുന്നു. അപ്പോൾ അയാൾ നടന്നു പോവുകയാണ്. ഇപ്പോഴാണ് നമുക്ക് SOS എന്ന് എഴുതിയത് വ്യക്തമായി കാണാൻ കഴിയുന്നത്. പിന്നീട് കാണുന്നത് അവർ വന്ന പ്ലെയിനാണ്, അതായത് ആ ക്രാഷായ പ്ലെയിനാണ് കാണുന്നത്. ആ പ്ലെയിന് ക്രാഷ് ആവുന്നതൊന്നും കാണുന്നില്ല. ഇവരിവിടെ ജീവിക്കുന്നത് മീനുകളൊക്കെ പിടിച്ചാണ്. മീനുകളെ പിടിക്കാനായി കുറച്ച് ട്രാപ്പൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓവർഗാർഡ് ഇപ്പോൾ മീൻ കുടുങ്ങിക്കോന്ന് നോക്കാൻ ട്രാപ്പിൻ്റെ അടുത്ത് പോയി അത് പൊന്തിച്ച് നോക്കുമ്പോൾ അതിൽ മീൻ കുടുങ്ങിയില്ല. അപ്പോൾ അത് കുടുങ്ങാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാണ് മറ്റൊരു ട്രാപ്പിൽ മീൻ കുടുങ്ങിയത് കാണുന്നത്. എന്നിട്ട് അതിൻ്റെ അടുക്ക് ഓവർഗാർഡ് ഇപ്പോൾ പോവുകയാണ്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ളൊരു ബോക്സ് എടുത്തിട്ട് അതിൽ നോക്കുമ്പോൾ കുറേ മീനുണ്ട്. അങ്ങനെ ഇപ്പോൾ കിട്ടിയ മീൻ ആ ബോക്സിലിട്ടിട്ട് അതിൽ ആദ്യം കിട്ടിയ ആ മീനിനെ എടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ പ്ലെയിനിൻ്റെ അകത്ത് പോയി ആ മീനിനെ കഴിക്കുന്നു. ഇപ്പോൾ ഓവർഗാർഡിൻ്റെ വാച്ചിൻ്റെ അലാറം വീണ്ടും അടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ എടുത്ത് റേഡിയോ, കോമ്പാസ്, മറ്റു ഉപകരണങ്ങളൊക്കെ എടുത്ത് മഞ്ഞുമലേൻ്റെ മുകളിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ അവനുള്ള സ്ഥലം മാപ്പിൽ മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവൻ്റെ ജാക്കറ്റിൽ നിന്നും മാപ്പ് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്യുകയാണ്. അവൻ ആദ്യം പോയ സ്ഥലങ്ങളൊക്കെ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ അവൻ്റെ മാപ്പ് വെച്ചിട്ട് ഇപ്പോൾ അവൻ റേഡിയോന് സിഗ്നൽ കിട്ടാൻ ഒരു സംഭവം എടുത്ത് കറക്കുകയാണ്. അങ്ങനെ അത് കറക്കുകയാണ്. അപ്പോൾ അത് കറക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. റേഡിയോൻ്റെ സിഗ്നൽ റെഡാണ്. അങ്ങനെ ഇപ്പോൾ അവൻ്റെ വാച്ചിൽ നിന്നും അലാറം അടിച്ചിട്ട് അവൻ അവിടെ നിന്നും മടങ്ങി പോവുകയാണ്. ഇപ്പോൾ സമയം കുറേ വൈകിയിരിക്കുകയാണ്. രാത്രി ആവാൻ തുടങ്ങി. അപ്പോൾ അവൻ അവിടെ നിന്ന് നടന്നു പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ കാഴ്ച കാണുകയാണ്. ആ ആർട്ടിക്കിലെ മുഴുവൻ സ്ഥലവും ആ മഞ്ഞുമലകളൊക്കെ അവനെ അവിടെ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ അവൻ്റെ കോമ്പാസ് നോക്കി പ്ലെയിനിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ പ്ലെയിനിലെത്തി. ഇപ്പോൾ ഒരു രാത്രി പ്ലെയിനിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി അവനൊരു സ്ഥലത്ത് പോവുകയാണ്. എന്നിട്ട് അവിടെ കുറേ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ വീണ മഞ്ഞൊക്കെ ഒന്ന് തുടച്ച് നീക്കുകയാണ്. പിന്നീട് അവൻ SOS എന്ന് എഴുതിയ സ്ഥലത്ത് പോയിട്ട് അതൊന്ന് കുറച്ചും കൂടി ക്ലീൻ ആക്കുകയാണ്. പിന്നീട് അവൻ ട്രാപ്പിൻ്റെ അടുത്ത് പോയി മീൻ കുടുങ്ങിക്കൊന്ന് നോക്കുകയാണ്. അങ്ങനെ അവൻ നോക്കുന്നതിനിടയിൽ ഒരു വലിയൊരു മൃഗത്തിൻ്റെ കാൽപാദം കാണുകയാണ്. അങ്ങനെ അവനത് കണ്ടതും അവനത് പോളാർ ബിയറിൻ്റെ ആണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവൻ പേടിച്ച് ഓടി ഇപ്പോൾ പ്ലെയിനിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചുറ്റും നോക്കുന്നു. ഇപ്പോൾ അവൻ്റെ വാച്ചിൽ നിന്നും അലാറം അടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവൻ പറയുകയാണ്, എന്നും ചെയ്യുന്ന പണി മുടക്കരുത്. പോളാർ ബിയറൊക്കെ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പണി മുടക്കിയാൽ ഞാനിവിടെ കുടുങ്ങിപ്പോകും എന്ന് പറയുന്നു. ഇപ്പോൾ അവൻ ആ റേഡിയോന് സിഗ്നൽ കിട്ടാൻ തിരിക്കുന്നു. എന്നാൽ റേഡിയോന് സിഗ്നൽ കിട്ടുന്നില്ലായിരുന്നു. റെഡ് തന്നെയാണ്. ഇപ്പോൾ അവൻ പോകുന്ന വഴിക്ക് ആ പോളാർ ബിയറിനെ കാണുകയാണ്. അങ്ങനെ അത് അവൻ നോക്കി നിൽക്കുന്നു. പിന്നീട് അവൻ്റെ വാച്ചിൽ നിന്നും അലാറം അടിഞ്ഞിട്ട് അവൻ പ്ലെയിനിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ രാത്രിയായി. അവൻ ആ പ്ലെയിനിൽ കിടക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി. ഈ തുടർന്നുള്ള ജോലികൾ തന്നെ അവൻ ചെയ്യും. ആദ്യം കല്ലിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ തുടച്ച് നീക്കും. പിന്നീട് SOS എന്ന് എഴുതിയ സ്ഥലം വൃത്തിയാക്കും. പിന്നെ മീനൊക്കെ പിടിക്കും. ഇപ്പോൾ അവൻ മലമുകളിലേക്ക് പോവുകയാണ് റേഡിയോന് സിഗ്നൽ കിട്ടാൻ. അങ്ങനെ അവൻ അത് കറക്കുന്നതിൽ അവൻ്റെ അലാറം അടിഞ്ഞിട്ട് റേഡിയോൻ്റെ സിഗ്നൽ നോക്കുമ്പോൾ ഇപ്രാവശ്യം ഗ്രീന് കത്തിയിരിക്കുകയാണ്. റേഡിയോന് ചെറുതായി സിഗ്നൽ കിട്ടി. ആ സന്തോഷത്തിൽ അവൻ ഒന്നും കൂടി കറക്കുകയാണ്. അപ്പോൾ അവൻ ദൂരെ നിന്നും ഒരു ഹെലികോപ്റ്റർ വരുന്നത് കാണുകയാണ്. അങ്ങനെ അത് കണ്ട സന്തോഷത്തിൽ അവരെ തുള്ളിയൊക്കെ വിളിക്കുന്നുണ്ട് അവൻ. എന്നാൽ അതൊന്നും ആ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാർ കാണുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലുള്ളൊരു പുകവരുന്നൊരു ഉപകരണം എടുത്തിട്ട് അവനിങ്ങനെ കറക്കി വിളിക്കുകയാണ്. അപ്പോൾ അത് കണ്ട് അവൻ്റെ നേരെ ആ ഹെലികോപ്റ്റർ തിരിക്കുകയാണ്. ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് കരുതുന്നത്. എന്നാൽ അവിടെ ഒരു ശക്തമായ കാറ്റടിക്കുകയാണ്. ആ കാറ്റിന് ഹെലികോപ്റ്ററിന് താങ്ങാൻ കഴിയുന്നില്ല. ആ കാറ്റ് ഹെലികോപ്റ്ററിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് താഴേക്ക് വീഴുകയാണ്. ഇപ്പോൾ അവൻ നിരാശനായിരിക്കുകയാണ്. അങ്ങനെ അവൻ ആ ഹെലികോപ്റ്ററിൻ്റെ അടുക്ക പോവുകയാണ്. ഇപ്പോൾ അവൻ അവിടെ എത്തി നോക്കുമ്പോൾ അതിലുള്ള പൈലറ്റ് മരിച്ചിരുന്നു. എന്നാൽ അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ജീവനുണ്ട്. അവളുടെ ശരീരത്തിൽ കുറേ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം കുറേ വൈകുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ കഴിയുകയാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസമായിരിക്കുകയാണ്. അവൻ അവളെ നോക്കുമ്പോൾ അവൾക്ക് ബോധമൊന്നും വന്നിട്ടില്ല. എന്നാൽ അവളെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വന്നില്ല. ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ഡോർ എടുത്തിട്ട് അവൻ അതിൻ്റെ മുകളിൽ കിടത്തി അവൻ്റെ പ്ലെയിനിൻ്റെ അടുക്ക കൊണ്ടുപോവുകയാണ് അവളെ. അങ്ങനെ അവൻ അവൻ്റെ പ്ലെയിനിൻ്റെ അടുക്ക കൊണ്ടുപോകുന്നു. അങ്ങനെ അവൻ്റെ പ്ലെയിനിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവളുടെ ID കാർഡെല്ലാം നോക്കുന്നു. പിന്നീട് അവൾക്ക് വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൾക്ക് ബോധം വന്നിരിക്കുകയാണ്. അവൾ ബോധം വന്ന പാട് അവളോട് വന്ന പൈലറ്റ് എവിടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓവർഗാർഡ് പറയുന്നു അവൻ മരിച്ചു പോയെന്ന്.
പിന്നീട് ഓവർഗാർഡ് അവൾ വന്ന ഹെലികോപ്റ്ററിൻ്റെ അടുക്ക് എത്തുന്നു. ഇപ്പോൾ അവൻ ആ പൈലറ്റ് മരിച്ച അതിൻ്റെ മേലെ കല്ലൊക്കെ വെക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം മരിച്ച ഓവർഗാർഡിൻ്റെ കൂടി വന്ന ആരോ ആണെന്ന്. അവൻ അവരുടെ ഓർമ്മക്കാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇപ്പോൾ ഓവർഗാർഡ് അതിലുണ്ടായിരുന്ന ഉപകരണങ്ങളൊക്കെ എടുത്ത് ഡോറിൻ്റെ മുകളിൽ വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ ആ പൈലറ്റിൻ്റെ ഫാമിലി ഫോട്ടോ കാണുകയാണ്. അതും അവൻ അവൻ്റെ ജാക്കറ്റിൻ്റെ അകത്ത് വെക്കുന്നു. ഇപ്പോൾ അവൻ എല്ലാം എടുത്ത് അവൻ്റെ പ്ലെയിനിൻ്റെ അടുത്ത് വരികയാണ്. അങ്ങനെ ഓവർഗാർഡ് അവൻ്റെ പ്ലെയിനിലെത്തി ആ പൈലറ്റിൻ്റെ ഫോട്ടോ ഒരു സൈഡിൽ വെച്ചിട്ട് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ആ ഹെലികോപ്റ്ററിൽ നിന്നും കിട്ടിയ ഒരു മെഡിസിൻ അവളുടെ മുറിവിന് മേലെ ബാൻഡേജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഓവർഗാർഡ് ആ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഒരു സ്റ്റൗ എടുത്തിട്ട് ചൂട് പിടിക്കുകയാണ്. അതിനുശേഷം അതിലുണ്ടായിരുന്ന മാപ്പും അവന് ഉണ്ടാക്കിയ മാപ്പും തമ്മിൽ കമ്പയർ ചെയ്തിപ്പോൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ അവൻ കുറേ ശ്രമിച്ചതിന് ശേഷം ഇപ്പോൾ അവന് കിട്ടിയിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള സ്ഥലം. അവിടെ അവൻ മാർക്ക് ചെയ്യുന്നു. അതിനിടയിൽ അവൻ്റെ ട്രാപ്പിൽ നിന്നും ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ട്രാപ്പിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ട്രാപ്പിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു മീൻ തന്നെയായിരുന്നു. അവന് ലോട്ടറി അടിച്ചതുപോലെ ആയി. ഇപ്പോൾ അവൻ അതിനെയും എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. കുറച്ച് ആ പെൺകുട്ടിക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ദിവസവും ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ അവസ്ഥ വളരെ മോശമായി വരികയാണ്. അവളുടെ അസുഖം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ അവനൊരു കാര്യം മനസ്സിലാകുകയാണ്, ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അവൾ മരിച്ചു പോകുമെന്ന്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉപകരണങ്ങളൊക്കെ എടുത്ത് മീനുകളും എടുത്ത് അവൻ അവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവൻ വന്ന പ്ലെയിനിലൂടെ യാത്രയും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് പോവുകയാണ് രക്ഷപ്പെടാൻ. അങ്ങനെ ഇപ്പോൾ അവൻ മാപ്പ് നോക്കി കുറേ ദൂരം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നടന്ന് വല്ലാതെ ക്ഷീണവുമായിരിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയാവാറായി. അപ്പോൾ അവൻ തറയിൽ കുഴിച്ച് ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം താമസിക്കുന്നു. പിന്നീട് അവരുടെ യാത്ര തുടരുകയാണ്. അവരുടെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതാണ്. നല്ല ശക്തമായ കാറ്റും മഞ്ഞു വീഴ്ചയൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഓവർഗാർഡും ആ പെൺകുട്ടിയും ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മല കയറണം. എന്നാൽ മല കയറാണ്ട് പോകാൻ ഇപ്പോൾ ഓവർഗാർഡ് മാപ്പിൽ നോക്കുകയാണ്. ഒരു സ്ഥലമുണ്ട്, പക്ഷെങ്കിൽ അത് കുറേ ദൂരെയാണ്. അവിടെ എത്തുമ്പോഴേക്കും സമയം കുറേ ആവുമെന്ന് ഓവർഗാർഡിന് അറിയാം. ഇപ്പോൾ ഓവർഗാർഡ് സാഹസമായി മല കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓവർഗാർഡ് ആദ്യം അവളെ കയറ് കെട്ടി വലിക്കുകയാണ്. എന്നാൽ അവന് കുറേ പ്രായമായതുകൊണ്ട് അതിന് കഴിയുന്നില്ല. എന്നാലും അവൻ ശ്രമിച്ച് കുറേ കഷ്ടപ്പെട്ട് അവസാനം ആ മല കയറുകയാണ്. പിന്നീട് അവർ കുറേ നടന്നു പോകുന്നു. ഇപ്പോൾ സമയം കുറേ വൈകിയിരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നതുകൊണ്ട് തന്നെ അവർ ക്ഷീണവും കൂടി വരുന്നു. ഇപ്പോൾ അവരൊരു ഗുഹ കാണുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഗുഹയിലേക്ക് നിൽക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ അസുഖം കൂടിക്കൂടി വരുന്നു. അവനങ്ങനെ അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓവർഗാർഡ് ഒരു സൗണ്ട് കേൾക്കുകയാണ് പുറത്തു നിന്നും. നോക്കുമ്പോൾ അതൊരു പോളാർ ബിയറാണ്. അത് അവർ താമസിക്കുന്ന ഗുഹയുടെ നേരെ നിൽക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അവരെ ആക്രമിക്കാൻ അത് ഉള്ളിലേക്ക് തലയിടുകയാണ്. അത് കണ്ട് ഓവർഗാർഡ് പേടിച്ചു പോവുകയാണ്. എന്നാൽ ഓവർഗാർഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മിഷ്യൻ എടുത്ത് അതിന് നേരെ പ്രയോഗിക്കുന്നു. അപ്പോൾ അത് പേടിച്ച് അതിന് പൊള്ളലേറ്റിട്ട് അത് ബേക്കോട്ട് പോവുകയാണ്. എന്നിട്ട് ആ പോളാർ ബിയർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇപ്പോൾ പിറ്റേ ദിവസമായിരിക്കുകയാണ്. അങ്ങനെ ഓവർഗാർഡ് അവിടെ എങ്ങാൻ പോളാർ ബിയർ ഉണ്ടോ എന്ന് ശ്രദ്ധയോടെ നോക്കുകയാണ്. എന്നിട്ടാണ് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഇപ്പോൾ അവർ വീണ്ടും തുടരുകയാണ് അവരുടെ യാത്ര. അങ്ങനെ അവർ പോകുന്നതിനനുസരിച്ച് കഠിനമായി വരികയാണ് അവരുടെ യാത്ര. മഞ്ഞു വീഴ്ചയൊക്കെ കൂടി വരികയാണ്. ഇപ്പോൾ ഹീറോ അവളെ കവർ ചെയ്തിട്ട് അവളെ കൊണ്ടുവന്ന ആ ഗ്ലൈഡർ അവളുടെ നേരെ വെച്ചിട്ട് അവരവിടെ കഴിയുകയാണ്. ഇപ്പോൾ മഞ്ഞ് വീഴ്ചയൊക്കെ നിന്നിട്ട് അതിനുശേഷം അവളെയും കൊണ്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് കുറേ ദൂരം നടന്നു പോകുന്നു. ഇപ്പോൾ അവൻ കുറേ ദൂരം നടന്നതുകൊണ്ട് തന്നെ അവന് വല്ലാതെ ക്ഷീണമാവുകയാണ്. അപ്പോൾ ഒരു പാറയുടെ അടിയിൽ നിൽക്കുന്നു. എന്നാൽ അവളെ നോക്കുമ്പോൾ അവളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അവളുടെ രക്തമൊക്കെ കട്ടപ്പിടിച്ച് അവൾക്ക് ഇപ്പോൾ ജീവനില്ല എന്നാണ് അവൻ കരുതുന്നത്. അവൻ കുറേ വിളിച്ചെങ്കിലും എഴുന്നേക്കുന്നൊന്നുമില്ല. അപ്പോൾ അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ദൂരം ഇവളെ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ ആയല്ലോ എന്നും പറഞ്ഞ് ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നും പറഞ്ഞ് ഹീറോ ഇപ്പോൾ നടന്നു പോവുകയാണ്. എന്നാൽ അവന് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവന് പകുതി എത്തുമ്പോൾ അവൻ്റെ മനസ്സ് വന്നില്ല. ഇത്രയും ദൂരം കൊണ്ടുവന്നതല്ലേ പാവം എന്നൊക്കെ പറഞ്ഞ് അവളെയും കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു കുഴിയിലേക്ക് വീഴുകയാണ്. പിന്നീട് അവൻ്റെ ബോധം പോകുന്നു. പിന്നീട് ബോധം വന്നിട്ടാണ് കാണുന്നത്. അങ്ങനെ ആ കുഴിയിൽ വീണത് കൊണ്ട് തന്നെ കാലിന് ചെറിയ പരിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ ഏഞ്ഞാണ് ഇപ്പോൾ ആ കുഴിയിൽ നിന്നും മുകളിലെത്തുന്നത്. അങ്ങനെ ഇപ്പോൾ അവൻ കഷ്ടപ്പെട്ട് മുകളിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ അവളുടെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവളെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് അവളുടെ അടുത്ത് പോവുകയാണ്.
അവൻ്റെ കാല് പൊട്ടിയത് കൊണ്ട് തന്നെ അവൻ മെല്ലെ മെല്ലെയാണ് അവളുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ അവളുടെ അടുത്തെത്തി അവൻ അവളുടെ ദേഹത്തുള്ള കവറൊക്കെ മാറ്റി നോക്കുമ്പോൾ അവൾക്ക് ജീവനുണ്ട്. അപ്പോൾ അവന് ഒരുപാട് സന്തോഷമാവുകയാണ്. അഥവാ അവളെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ അവളിപ്പോൾ മരിക്കുമല്ലോ എന്നും അവന് മനസ്സിൽ തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ അവൻ്റെ പൊട്ടിയ കാലൊക്കെ കെട്ടിവെച്ച് അവളെയും കൊണ്ട് കഷ്ടപ്പെട്ട് മല കയറി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഓവർഗാർഡ് ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ അവൻ അതിനെ കണ്ടതും തുള്ളിത്തുള്ളിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ എടുത്ത് അവൻ ആ ഹെലികോപ്റ്ററിനെ വിളിക്കുന്നു. എന്നാൽ അവരതൊന്നും കാണുന്നില്ല. അങ്ങനെ അവൻ അവൻ്റെ ജാക്കറ്റൊക്കെ കത്തിച്ച് മുകളിലോട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും കാണുന്നില്ല. ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവളോട് പറയുകയാണ്, എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ കയ്യും പിടിച്ച് തറയിൽ തന്നെ കിടക്കുകയാണ്. പിന്നീട് കാണുന്നത് ഓവർഗാർഡിൻ്റെ മുടി ചെറുതായൊന്ന് ഇളകുന്നതാണ്. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിനെ കാണുന്നത്. അങ്ങനെ അതോടെ ഈ സിനിമ ഇവിടെ കഴിയുന്നു.